Hi friends, welcome to Uni and Kerala. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കല്യാണ തലേന്നൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോട്ടി കറിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് തേങ്ങയൊക്കെ വറുത്തരച്ച് ഇതിനകത്ത് ഏത്തക്കായൊക്കെ ഇട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പോട്ടിയാണ്. ഇത് നുറുക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിതൊരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി അത് നമുക്ക് വെച്ച് കിട്ടും. അപ്പോൾ ഇത് വേവിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഗ്യാസിന് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 7 വിസിലടുപ്പിച്ചെടുക്കാം. എന്നിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് വിസിലടുപ്പിക്കാം. 10 വിസിലടുപ്പിച്ച് പോട്ടി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ അതിനകത്ത് വെള്ളം വന്നിരിക്കുന്നത് കണ്ടോ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു 5-6 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു 1.5 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് നന്നായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാലകൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ മസാല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി വെക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പോട്ടി ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് ഒരു 3 ഏത്തക്ക വേവിച്ചെടുക്കണം. ഇതിൽ ഏത്തക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഏത്തക്കായും കൂടെ ഇടുന്ന കാരണം പൊട്ടിക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊക്കെ ഈ ഏത്തക്ക വലിച്ചെടുക്കും. നമുക്ക് ഈ ഏത്തക്ക കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഏത്തക്ക ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി, അരയ്ക്കാൻ നേരത്തെ അല്പം വെള്ളവും കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഏത്തക്ക ഇട്ടതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഏത്തക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് തേങ്ങ അരഞ്ഞു കിട്ടണം. നമുക്ക് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് ചാറ് വറ്റിച്ചെടുക്കാം. ചാറ് ഞാൻ കുറച്ച് വറ്റിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ചാറ് വറ്റിക്കണ്ട, ഈ രീതിയിൽ വറ്റിച്ചെടുത്താൽ മതി. കുറച്ച് ചാറോടുകൂടി വേണം നമുക്ക്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് അടുത്തായിട്ട് ഇതിനകത്ത് കുറച്ച് ഉള്ളി ഒന്ന് താളിച്ചിടാം. ഉള്ളി താളിക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഒരു 3-4 കഷ്ണം ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊട്ടിക്കറിയിലോട്ട് ഈ ഉള്ളി മൂപ്പിച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പൊട്ടിക്കറി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ അത്താഴൂട്ടിന് വയ്ക്കുന്ന ഒരു മെയിൻ കറിയാണിത്. പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് മിക്ക കല്യാണങ്ങളിലും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.